നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്തരം ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്തു ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നിപ്പോകും. മ്യാൻമറിലും തായ്ലൻഡിലുമായി ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഭൂകമ്പത്തിൽ മരിച്ചത് ആയിരക്കണക്കിന് ആളുകളെന്ന് അമേരിക്ക. മ്യാൻമർ ഭരണകൂട മേധാവി മിൻ ഓങ് ഫ്ലെയിങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അദ്ദേഹം അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. മ്യാൻമറിൽ 6 പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നാശത്തിൻ്റെ കൃത്യമായ വ്യാപ്തിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നില്ല. എങ്കിലും സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ നമ്മെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളയും. അതിശക്തമായ ഭൂചലനത്തിൽ മ്യാൻമറിലും തായ്ലൻഡിലും കെട്ടിടങ്ങൾ നിലംപൊത്തി. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. വെറും കൈയോടെയാണ് വലിയ വലിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തങ്ങൾ ആളുകളെ വീണ്ടെടുക്കുന്നത് എന്ന് തായ്ലൻഡ് രക്ഷാപ്രവർത്തകർ പറയുന്നു. ബാങ്കോക്കിൽ മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു. തായ് പ്രധാനമന്ത്രി പേഡോങ് ടാൻ ഫൂക്കറ്റിലേക്കുള്ള തൻ്റെ ഔദ്യോഗിക സന്ദർശനം റദ്ദാക്കി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:50 മധ്യ മ്യാൻമാറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. തുടർന്ന് 6.8 തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂചലനം. സാഗേക് നഗരത്തിന് 16 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് 10 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ പറയുന്നു. നീപ്പഡോ തുടങ്ങിയ നഗരങ്ങളിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുന്നു. ഭൂമി കുലുങ്ങി വിറയ്ക്കുന്ന കാഴ്ചകൾ. പൊടിപടലങ്ങൾ കൂറ്റനൊരു തിരമാല കണക്കെ തെരുവുകളെ കീഴടക്കുന്നു. വാഹനങ്ങളും മനുഷ്യരുമൊക്കെ നിമിഷാർത്ഥത്തിൽ ഈ പൊടിപടലങ്ങൾക്കിടയിൽ അപ്രത്യക്ഷരാകുന്നു. പരിഭ്രാന്തരായ ആളുകൾ നിലവിളിച്ചുകൊണ്ട് തെരുവുകളിലൂടെ ഓടുന്നു. ചിലർ തങ്ങളുടെ കുട്ടികളെയും എടുത്ത് കിട്ടുന്ന വാഹനങ്ങളിൽ കയറി എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും തൊട്ടുമുന്നിലുള്ള കെട്ടിടങ്ങൾ ഒന്നൊന്നായി നിലം പൊത്തുന്നു. അമ്പരചുംബികളായ വലിയ അപ്പാർട്ട്മെൻറ്റുകളിലെ മുകൾ നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം താഴേക്കൊഴുകുന്നു. ഇൻഫിനിറ്റി പൂളുകളിൽ നിന്ന് വെള്ളം താഴേക്കൊഴുകുന്ന നിരവധി ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വൻ കെട്ടിടങ്ങളും റോഡുകളും മെട്രോ സ്റ്റേഷനുകളുമൊക്കെ തകർന്നടിഞ്ഞു. പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഭൂചലനം കാണുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച ബന്ധുക്കളുടെ കൂട്ടക്കരച്ചിൽ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്തു സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വെറും എയർ ഡിസ്റ്റൻസ് 1500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തായ്ലൻഡ് രാജ്യത്തേക്ക്. തായ്ലൻഡിലും മ്യാൻമാറിലുമാണ് ഭൂചലനം നടന്നിരിക്കുന്നത്. എങ്കിലും ഇന്ത്യ ഉൾപ്പെടെ അഫക്റ്റഡ് കൺട്രീസ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പറയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശുമൊക്കെ ഈ ഭൂകമ്പത്തിൻ്റെ പരിധിയിൽപ്പെടും. മ്യാൻമറിലെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ തായ്ലൻഡിലെ ബാങ്കോക്കിൽ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ശക്തമായി കുലുങ്ങുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്റ്റേഷൻ്റെ അടിഭാഗം ആടിയുലഞ്ഞതോടെ യാത്രക്കാരിൽ പലരും പുറത്തേക്കോടി. മെട്രോ സ്റ്റേഷനിലെ യാത്രക്കാർ പരസ്പരം പിടിച്ചു നിൽക്കുന്നതും തൊട്ടുമുന്നിലുള്ള തൂണുകളിൽ കടന്നുപിടിക്കുന്നതുമൊക്കെ വീഡിയോകളിൽ വൈറലായ ദൃശ്യങ്ങൾ. ഗുജറാത്തിലെ കച്ചിലുണ്ടായ അതിഭയാനകമായ ഭൂകമ്പം. ആയിരക്കണക്കിന് ആളുകൾ അന്നവിടെ മരിച്ചു വീണു. ഈ ഭൂകമ്പത്തിൻ്റെ ഭയാനക ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് എൻ്റെ സുഹൃത്ത് സേവി മനോമാധ്യവും നൗഷാദും ചേർന്ന് മലയാളത്തിലൊരു സിനിമ നിർമ്മിച്ചിരുന്നു, കാഴ്ച. മമ്മൂട്ടി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച സിനിമ. ആ സിനിമ നമ്മുടെ കണ്ണ് നനയിക്കും. ഒരു ഭൂകമ്പത്തിൻ്റെ ദുരന്ത വ്യാപ്തി കൃത്യമായി കേരളത്തിൻ്റെ മുന്നിലെത്തിച്ചിരുന്നു ഈ സിനിമയിലൂടെ. അന്ന് 20,000-ഓളം ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞത്. 700 കിലോമീറ്റർ റേഡിയസിൽ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനമെന്ന് ഉണ്ടായി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും മ്യാൻമറിലും തായ്ലൻഡിലുമൊക്കെ പുരോഗമിക്കുകയാണ്. മരണസംഖ്യ വളരെയേറെ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭൂചലനം നടന്ന സാഹചര്യത്തിൽ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഭൂകമ്പത്തിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ ലോകമാകെ വൈറലാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ബഹുനില കെട്ടിടം നിമിഷാർത്ഥത്തിനുള്ളിൽ നിലംപൊത്തുന്ന കാഴ്ച. വീടുകളും വലിയ വലിയ കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും നിലംപൊത്തുന്നു. ഭൂമിയെ ഒരു കത്തി കൊണ്ട് കീറി മുറിച്ചതുപോലെ. ഭൂമി കുലുങ്ങി വിറച്ച ഭൂചലനത്തെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്.
കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപൊത്തുന്നതിൻ്റെയും റോഡുകൾ വിണ്ടുകീറിയതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തും. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡേല പൂർണ്ണമായി തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മാൻഡേലയിലെ 175 കൊല്ലം പഴക്കമുള്ള കൊട്ടാരം പ്രകമ്പനത്തിൽ തകർന്നു. ലോകപ്രശസ്തമായ ആവാ പാലവും തകർന്നു. നഗരത്തിലെ മുസ്ലിം ആരാധനാലയം തകർന്ന് 3 പേർ മരിച്ചു. പ്രദേശത്തെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്ന് പൂർണ്ണമായി നിലംപൊത്തി. മ്യാൻമറിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി പറയുന്നു. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടന പ്രത്യേക മെഡിക്കൽ സംഘത്തെ പ്രദേശത്തേക്ക് അയച്ചു. ബാങ്കോക്കിലെ എല്ലാ കെട്ടിടങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സാഹചര്യം വിലയിരുത്താനും അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രധാനമന്ത്രി രക്ഷാ ദൗത്യ സംഘടനകൾക്ക് നിർദ്ദേശം നൽകി. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഭൂരിഭാഗവും തകർന്നടിഞ്ഞത്. ഭൂകമ്പം നടന്നത് 10 കിലോമീറ്റർ താഴെ മാത്രം ആഴത്തിലാണ് എന്ന് വിദഗ്ധർ പറയുന്നു. നാശനഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ വലുതായിരിക്കും. ഭൂമിയുടെ പുറംതോടിൻ്റെ ഭാഗമായ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന വലിയ പാറക്കഷണങ്ങൾ പരസ്പരം എതിർ ദിശയിൽ നീങ്ങുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യ യുറേഷ്യ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിംഗ് മൂലമാണ് മ്യാൻമർ ഭൂകമ്പമുണ്ടായത് എന്ന് വിദഗ്ധർ പറയുന്നു. ഈ 2 ടെക്ടോണിക് പ്ലേറ്റുകളും പരസ്പരം വശങ്ങളിലേക്ക് ഇടഞ്ഞു. 1900 മുതൽ നിലവിൽ ഭൂകമ്പത്തിൻ്റെ 250 കിലോമീറ്ററിനുള്ളിൽ റിക്ടർ സ്കെയിലിൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള 6 ഭൂകമ്പങ്ങൾ മുൻപ് നടന്നിരുന്നുവെന്നാണ് കണക്കുകൾ. ഭൂകമ്പത്തിൻ്റെ വലിപ്പമളക്കുന്ന റിക്ടർ സ്കെയിലിനെ കുറിച്ച് പലരും തിരക്കാറുണ്ട്. നിലവിലെ മാനദണ്ഡം മൊമെൻറ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ്. റിക്ടർ സ്കെയിൽ കാലിഫോർണിയയിൽ വികസിപ്പിച്ചെടുത്ത ഒരു പഴയ സ്കെയിലാണ്. ചെറിയ ഭൂകമ്പങ്ങളുടെ കൃത്യമായ തീവ്രത ഈ റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ കഴിയും. വഴുതിപ്പോയ പാറയുടെ ശക്തി, വഴുതിപ്പോയ ഫോൾട്ടിൻ്റെ വിസ്തീർണം, ഫോൾട്ട് നീങ്ങിയ ദൂരം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് മൊമെൻറ്റ് മാഗ്നിറ്റ്യൂഡ് കണക്കാക്കുന്നത്. റിക്ടർ സ്കെയിലും മൊമെൻറ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലുമാണ് ഇപ്പോൾ ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ പൊതുവെ ഉപയോഗപ്പെടുത്തുന്നത്. ഏത് മാനദണ്ഡമനുസരിച്ച് പരിശോധിച്ചാലും വലിയ ഭൂകമ്പമാണ് നടന്നിരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. പൊതുവെ ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പൊതുവായ അർത്ഥത്തിൽ ചില പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ വളരെ കാലമായി ഇത്തരം ഭൂകമ്പ സാധ്യതകളില്ലാത്ത പ്രദേശത്തായിരുന്നു ഇക്കുറി വലിയ ഭൂചലനം സംഭവിച്ചത്. ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും തളർന്നു നിൽക്കാനേ മനുഷ്യന് കഴിയൂ. അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ തായ്ലൻഡിലും മ്യാൻമറിലുമൊക്കെ കാണുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള രാജ്യങ്ങൾ. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.